ഹലോ, എല്ലാവർക്കും മഞ്ജുസ് ടെസ്റ്റിമോണിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് OET ലിസണിങ്ങിനെ പറ്റിയാണ്. ഞാൻ ഓൾറെഡി OET ലിസണിങ് ക്വസ്റ്റ്യൻ പേപ്പറിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇത് ആ വീഡിയോയുടെ കണ്ടിന്യൂഷനാണ്. OET ലിസണിങ് ക്വസ്റ്റ്യൻ പേപ്പർ ഓവർവ്യൂ. ഓക്കെ, ആ വീഡിയോ കാണാത്ത ആൾക്കാർക്ക് ആ വീഡിയോ പോയി കണ്ടിട്ട് ഈ വീഡിയോ കാണുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ കണ്ടിന്യൂറ്റി നഷ്ടപ്പെടും. നമ്മൾ ഓൾറെഡി OET ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാർട്ട് എയിനെ പറ്റി സംസാരിച്ച് കഴിഞ്ഞിരുന്നു. ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്ന OET ക്വസ്റ്റ്യൻ പേപ്പർ പാർട്ട് ബി, ലിസണിങ് പാർട്ട് ബി ആൻഡ് പാർട്ട് സിനെ പറ്റിയാണ്. അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വാച്ച് ചെയ്യാം. ഓക്കെ, സോ OET ലിസണിങ് പാർട്ട് ബിയിൽ നമുക്ക് ടോട്ടൽ 6 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. 6 ക്വസ്റ്റ്യൻസ്. ഇത് വളരെ എളുപ്പമാണ്. കാര്യം എളുപ്പമാണെന്ന് പറയാൻ കാരണം നമ്മൾക്ക് OET ബി പാർട്ടിൽ നമുക്ക് ഇനഫ് ടൈം ഉണ്ട്. ക്വസ്റ്റ്യൻസ് വായിക്കാനും ഓപ്ഷൻസ് റീഡ് ചെയ്യാനും നമുക്ക് ഇനഫ് ടൈം കിട്ടും. 3 ഓപ്ഷൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഈ 3 ഓപ്ഷൻസും കൃത്യമായി വായിച്ച് അനലൈസ് ചെയ്ത് നമുക്ക് ആ ഒരു ക്വസ്റ്റ്യനും ആൻസറും ആയിട്ടൊന്ന് മാച്ച് ചെയ്തിട്ട് ഓഡിയോ കേട്ട് അതുമായിട്ട് ഒന്ന് കമ്പയർ ചെയ്യാനുള്ള ഒരു ടൈം നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും എളുപ്പമുള്ള പാർട്ട്, ലിസണിങ്ങിൽ ഏറ്റവും എളുപ്പമുള്ളതും ഏറ്റവും നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഭാഗം OET ലിസണിങ് പാർട്ട് ബി തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ 6 ഔട്ട് ഓഫ് 6 ഉറപ്പായിട്ട് നമുക്ക് കിട്ടും. അതുകൊണ്ട് കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ കാണിച്ചു തരാം, വിത്ത് ഓഡിയോ കാണിച്ചു തരാം. അപ്പോൾ അത് കണ്ടിട്ട് ഞാനത് എങ്ങനെ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിനെ അപ്രോച്ച് ചെയ്യണം, ഈ ഒരു പാർട്ട് ബി എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ള ഒരു ഐഡിയയും പറഞ്ഞുതരാം. ഓക്കെ, സോ ലെറ്റ്സ് വാച്ച് ദിസ് വീഡിയോ ആൻഡ് ഐ വിൽ ബി എക്സ്പ്ലെയിനിങ് ഹൗ ടു ആൻസർ ദിസ് ക്വസ്റ്റ്യൻസ് later after the video. Okay, Part B. In this part of the test, you'll hear 6 different extracts. In each extract, you'll hear people talking in a different healthcare setting. For questions 25 to 30, choose the answer A, B, or C, which fits best according to what you hear. You'll have time to read each question before you listen. Complete your answers as you listen. Now look at question 25. Now read the question. അപ്പം അതാണ് ലിസണിങ് സബ് ടെസ്റ്റിൻ്റെ പാർട്ട് ബി. ആദ്യം ആ ഇൻട്രൊഡക്ഷന് ശേഷം നമുക്ക് കുറച്ച് ടൈം തരുന്നുണ്ട് ക്വസ്റ്റ്യൻ വായിക്കാനും ഓപ്ഷൻസ് വായിക്കാനും. ആ ഒരു ടൈം ഇനഫാണ്. നമുക്ക് ക്വസ്റ്റ്യൻ ഒരു പ്രാവശ്യം വായിച്ച് അതെന്താണെന്ന് മനസ്സിലാക്കി നമുക്ക് ഓപ്ഷൻസും വായിക്കാനുള്ള ടൈം കിട്ടും. അത് സ്പീഡിൽ വായിക്കണം. സ്പീഡിൽ വായിച്ചു കഴിഞ്ഞാൽ ഒരു 3 ടൈംസ് വായിക്കാനുള്ള സമയം നിങ്ങൾക്ക് കിട്ടും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന 25th ക്വസ്റ്റ്യനിൽ ഒരു ഗ്യാസ്ട്രോസ്റ്റമി ചെയ്യാൻ പോകുന്ന പേഷ്യൻറ്റിന് ഒരു ഡോക്ടർ സംസാരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ആ ഡോക്ടർ ആ പേഷ്യൻറ്റിനോട് വന്ന് സംസാരിക്കുന്നതിൻ്റെ പർപ്പസ് എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. പർപ്പസ് എന്ന് പറയുന്നത് അവിടെ എപ്പോഴും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. എന്താണ് അവർ ക്വസ്റ്റ്യൻ്റെ ഉദ്ദേശിച്ചിരിക്കുന്നത്, എന്താണ് നമ്മളോട് ചോദിക്കുന്ന കാര്യം, പർപ്പസ് എന്നുള്ളത് അവിടുത്തെ കീവേഡാണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം എന്തിനാണ് ഈ ഡോക്ടർ പേഷ്യൻറ്റിനോട് പോയി സംസാരിക്കുന്നത്, ഇതാണ് നമുക്ക് ഈ ഓപ്ഷൻസിൽ നിന്ന് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഓപ്ഷൻസിലുള്ള എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എനിക്കിവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അതാണ് ഞാൻ വായിക്കുന്നത് കേട്ടോ. മേക്ക് ദ പേഷ്യൻറ്റ് സൈൻ ദ കൺസെൻറ്റ്. ടു മേക്ക് ദ പേഷ്യൻറ്റ് സൈൻ ദ കൺസെൻറ്റ്. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ടു റിഡ്യൂസ് ദ പേഷ്യൻറ്റ് ഫിയർ ഓഫ് സൈഡ് എഫക്റ്റ് ബിഫോർ ദ പ്രൊസീജിയർ. തേർഡ്, ടു എക്സ്പ്ലെയിൻ പോസിബിൾ സൈഡ് എഫക്ട്സ് ബിഫോർ സൈനിങ് ദ കൺസെൻറ്റ്. അപ്പോൾ ഇനി ഞാൻ ഫസ്റ്റ് 25th ക്വസ്റ്റ്യൻ്റെ ക്വസ്റ്റ്യൻ വിത്ത് ഓഡിയോ ഒന്ന് പ്ലേ ചെയ്യാം. ഇപ്പോൾ ഞാൻ ആ ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻസ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്തു. നമ്മൾ എന്താണ് കണ്ടുപിടിക്കേണ്ടത്, ക്വസ്റ്റ്യനിൽ പർപ്പസ് ആയിരുന്നു പറഞ്ഞിരുന്നത്. ആ പർപ്പസ് നമ്മുടെ ഓപ്ഷൻസും തമ്മിൽ നമുക്കൊന്ന് കമ്പയർ ചെയ്ത് വിത്ത് ഓഡിയോ ആയിട്ടൊന്ന് കേട്ട് നോക്കാം. ഓക്കെ, സോ ലെറ്റ്സ് വാച്ച് ഇറ്റ്. Now, I just have to go through some possible side effects of the gastroscopy, if that's okay with you. Yes, fine. First of all, I can assure you that in most cases the procedure is problem-free, but I have to point out to you some side effects so that you are aware of them before you sign the consent form. Is that okay? Yes, fine. Right. Well, some people can have a mild sore throat for a day or 2 after the procedure. And if you have been given something to make you drowsy, you may feel a bit tired afterwards as well. And some people can get a chest infection or pneumonia. But remember, this does not mean that you will necessarily get these as well. Okay, I hope not. And on the odd occasion, the endoscope can cause some bleeding or infection in the gut. And can also puncture the gullet or stomach, but this happens very rarely. I see.
Is there anything that you would like to ask me or go over again, or are you okay with all this? അപ്പോൾ അതാണ് 25th ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാകും. ഞാൻ എൻ്റെ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞിരുന്നു, ലിസണിങ് പാർട്ട് ബി വളരെ എളുപ്പമാണെങ്കിലും അവിടുത്തെ അവർ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ട്രിക്ക് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻസിൻ്റെ ഓപ്ഷൻസ് എല്ലാം ഏകദേശം ഒരുപോലെ തന്നെയായിരിക്കും. അവിടെയാണ് നമുക്കിതിൽ ഏതാണ് എന്നൊരു കൺഫ്യൂഷൻ വരുന്നത്. അപ്പം ഈ ക്വസ്റ്റ്യനിലാണെങ്കിൽ തന്നെയും ആദ്യത്തെ ഓപ്ഷൻ പറഞ്ഞിരിക്കുന്നത് ടു മേക്ക് ദ പേഷ്യൻറ്റ് സൈൻ ദ കൺസെൻറ്റ് സൈൻ ചെയ്യുന്ന ഒരു കാര്യം ആ ഓഡിയോയിൽ ഡോക്ടർ പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് അതിലേക്കൊരു ഡൗട്ട് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ നോക്കൂ, ടു റിഡ്യൂസ് ദ പേഷ്യൻറ്റ് ഫിയർ ഓഫ് സൈഡ് എഫക്റ്റ് ബിഫോർ ദ പ്രൊസീജിയർ. ഒബ്വിയസ്ലി നമുക്ക് ഇതാണോ എന്നൊരു ഡൗട്ട് തോന്നും. കാരണം എന്താ, ഈ ഓഡിയോയിൽ പറയുന്നത് മൊത്തം സൈഡ് എഫക്ട്സിനെ പറ്റി പേഷ്യൻറ്റിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഗ്യാസ്ട്രോസ്കോപ്പിക്ക് പോകുന്ന പേഷ്യൻറ്റിനോട് സൈഡ് എഫക്ട്സിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴത്തേക്കും ഉറപ്പായിട്ടും പേഷ്യൻറ്റ് പേടി കാണും. ആ പേടി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഡോക്ടർ ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്ന് ആർക്കും സംശയം തോന്നും. അത് സ്വാഭാവികമാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻസ് നോക്കുക, ടു എക്സ്പ്ലെയിൻ പോസിബിൾ സൈഡ് എഫക്ട്സ് ബിഫോർ സൈനിങ് ദ കൺസെൻറ്റ്. ടു എക്സ്പ്ലെയിൻ പോസിബിൾ സൈഡ് എഫക്റ്റ്, അതായത് ഡോക്ടറിൻ്റെ പർപ്പസാണ് പേഷ്യൻറ്റിനെ കൺസെൻറ്റ് സൈൻ ചെയ്യുന്നതിന് മുമ്പ് എല്ലാ സൈഡ് എഫക്ട്സിനെ പറ്റിയും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക എന്നുള്ള ഒരു ഡോക്ടറിൻ്റെ ആവശ്യം ആണ്. ടു എക്സ്പ്ലെയിൻ ഡോക്ടർ വൈ ദ ഡോക്ടർ ഇസ് ടോക്കിംഗ് ടു ദ പേഷ്യൻറ്റ് ടു എക്സ്പ്ലെയിൻ പോസിബിൾ സൈഡ് എഫക്റ്റ് ബിഫോർ സൈനിങ് ദ കൺസെൻറ്റ്. അപ്പോൾ ഈ 3 ഓപ്ഷനിൽ നിന്നും ഇതിലേതാണ്, ഇത് എൻറ്റയർലി സിമിലർ ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ 3-ൽ നിന്നും ഏതാണെന്ന് കണ്ടുപിടിക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ആ ഓഡിയോയിൽ, ഞാൻ ഈ ഓഡിയോ കുറച്ച് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങളോട് പറയാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് ഇതിനകത്തേക്ക് നോക്കുന്നത് കേട്ടോ. ഓഡിയോയുടെ ആദ്യം തന്നെ ഡോക്ടർ പറയുന്നുണ്ട്, ഐ ജസ്റ്റ് ഹാവ് ടു ഗോ ത്രൂ സം പോസിബിൾ സൈഡ് എഫക്റ്റ് ഓഫ് ഗ്യാസ്ട്രോസ്റ്റമി, ഈസ് ദാറ്റ് ഓക്കെ? അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഡോക്ടറാണ് ആദ്യം കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡോക്ടർ പറയുന്നുണ്ട് ഐ ജസ്റ്റ് ഹാവ് ടു ഗോ ത്രൂ എന്ന് പറയുമ്പോഴത്തേക്കും എൻ്റെ നീഡാണ്, അതായത് പറയുന്ന ആളുടെ ഡോക്ടറിൻ്റെ നീഡാണ്. ഇറ്റ്സ് മൈ നീഡ് ടു ടോക്ക് ടു ദ പേഷ്യൻറ്റ്. ഐ ജസ്റ്റ് ഹാവ് ടു ഗോ ത്രൂ സം പോസിബിൾ സൈഡ് എഫക്ട്സ്. ആ സെൻറ്റൻസിൻ്റെ മീനിങ് വരുന്നത് എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ട്. എന്തിനെപ്പറ്റി? പോസിബിൾ സൈഡ് എഫക്ട്സ് ഓഫ് ഗ്യാസ്ട്രോസ്റ്റമിയെ പറ്റി സംസാരിക്കുന്ന ആവശ്യമുണ്ട്. ഈസ് ദാറ്റ് ഓക്കെ? അതും ഒരു കീവേഡാണ്. അത് നിങ്ങൾക്ക് ഓക്കെ ആണോ എന്ന് ഡോക്ടർ അങ്ങോട്ട് ചോദിക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം പേഷ്യൻ്റ് ഡോക്ടറിനോട് ഒരു കാര്യവും റിക്വസ്റ്റ് ചെയ്തിട്ടില്ല. എനിക്ക് കൺസെൻറ്റ് സൈൻ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടില്ല, എനിക്ക് പേടിയുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. നമുക്ക് അസ്യൂം ചെയ്യാം ഈ പേഷ്യൻ്റ് ഗ്യാസ്ട്രോസ്റ്റമിക്ക് പോകുന്നതിന് മുമ്പ് പേടി ഉണ്ടായിരിക്കാം എന്ന് അസ്യൂം ചെയ്യാം. പക്ഷെ അത് ഈ ഒരു എക്സ്ട്രാക്റ്റിൽ നമുക്ക് അസ്യൂം ചെയ്യുന്ന രീതിയിൽ നമുക്ക് പറഞ്ഞിട്ടില്ല. അതായത് ഈ പേഷ്യൻറ്റിന് ഫിയർ ഉണ്ടെന്ന് നമുക്ക് എക്സ്ട്രാക്റ്റിൽ പറയാത്ത കാര്യങ്ങൾ അസ്യൂം ചെയ്തെടുക്കാനായിട്ട് ഒക്കത്തില്ല. മേ ബി പേഷ്യൻറ്റിന് പേടി ഉണ്ടാകാം, പക്ഷെ നമുക്ക് ഈ എക്സ്ട്രാക്റ്റിൽ കൊടുത്തിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, ആ കുറച്ച് കാര്യങ്ങളിൽ നിന്ന് മാത്രമേ നമുക്ക് ആൻസർ കണ്ടെത്താനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇതിനകത്ത് ശ്രദ്ധിച്ചിരിക്കേണ്ട കീവേഡുകളാണ് ഐ ജസ്റ്റ് ഹാവ് ടു ഗോ ത്രൂ ആൻഡ് ഈസ് ദാറ്റ് ഓക്കെ. ആ 2 കാര്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകും ഡോക്ടറിൻ്റെ ആവശ്യമാണ് ഈ പേഷ്യൻറ്റിനോട് സംസാരിക്കേണ്ടതും. ഡോക്ടർ പേഷ്യൻറ്റിനോട് പെർമിഷൻ പോലെ ചോദിക്കുന്നുണ്ട്, ഈസ് ദാറ്റ് ഓക്കെ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് ആദ്യത്തെ 2 ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യും. ഏതൊക്കെ ഓപ്ഷൻസ് ആണ്? ടു മേക്ക് ദ പേഷ്യൻറ്റ് സൈൻ ദ കൺസെൻറ്റ്. പേഷ്യൻറ്റ് കൺസെൻറ്റ് സൈൻ ചെയ്തിട്ടില്ല എന്ന് ഒരു കാര്യം അവിടെ പറഞ്ഞിട്ടില്ല, അത് അപ്പം തന്നെ എലിമിനേറ്റ് ചെയ്യാം. പിന്നെ സെക്കൻഡ് ഓപ്ഷൻ നോക്കൂ, ടു റിഡ്യൂസ് ദ പേഷ്യൻറ്റ് ഫിയർ ഓഫ് സൈഡ് എഫക്ട്സ് ബിഫോർ ദ പ്രൊസീജിയർ. അങ്ങനെ പേഷ്യൻറ്റിന് പേടി ഉണ്ടെങ്കിൽ പോലും അത് നമ്മുടെ എക്സ്ട്രാക്റ്റിൽ നമ്മളോട് അങ്ങനെ ഒരു കാര്യം ഈ എക്സ്ട്രാക്റ്റിൽ നിന്ന് പറഞ്ഞിട്ടില്ല, പേഷ്യൻ്റ് പേടിയുണ്ടെന്ന്. ഈ ഡോക്ടറിൻ്റെ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവും പേഷ്യൻ്റ് ഡോക്ടറിനോട് ഒരു കംപ്ലൈൻറ്റും പറഞ്ഞിട്ടില്ല. ഇനി അത് ഒരു മെത്തേഡാണ്. ഇനി സെക്കൻഡ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡോക്ടറിൻ്റെ കോൺവെർസേഷനിൽ പറഞ്ഞ ഒരു കാര്യമാണ്, ഫസ്റ്റ് ഓഫ് ഓൾ ഐ ക്യാൻ അഷ്വർ യു ദാറ്റ് ഇൻ മോസ്റ്റ് ഓഫ് ദ കേസസ് ദ പ്രൊസീജിയർ ഈസ് പ്രോബ്ലം ഫ്രീ. ആ ഒരു കാര്യം കേൾക്കുമ്പോഴത്തേക്കും നമുക്കൊരു കൺഫ്യൂഷന് ചാൻസ് ഉണ്ട്. ഐ ക്യാൻ അഷ്വർ യു ദാറ്റ്, എനിക്ക് നിനക്ക് ഉറപ്പ് തരാനായിട്ട് പറ്റും മോസ്റ്റ് ഓഫ് ദ കേസിലും പ്രൊസീജിയർ പ്രോബ്ലം ഒന്നും ഉണ്ടാകാറില്ല, അധികം സൈഡ് എഫക്ട്സ് ഒന്നും ഉണ്ടാകാറില്ല എന്ന് അഷ്വർ ചെയ്യുന്നുണ്ട്. അപ്പം അവിടെ ഡോക്ടർ ട്രൈ ചെയ്യുന്നത് ഈ പേഷ്യൻ്റ് എന്തെങ്കിലും പേടിയുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു സപ്പോർട്ട് എന്നുള്ള രീതിയിൽ ഡോക്ടർ പറയുകയാണ്. അപ്പോൾ അതിൽ നമുക്കൊരു കൺഫ്യൂഷൻ വരാനുള്ള ഒരു പോർഷനാണത് റിഡ്യൂസ് ദ പേഷ്യൻ്റ് ഫിയർ ഓഫ് സൈഡ് എഫക്ട്സ് എന്ന്. പക്ഷേ അതല്ല, അത് കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് ഡോക്ടർ പറയാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ബട്ട് ഐ ഹാവ് ടു പോയിൻ്റ് ഔട്ട് യു സം സൈഡ് എഫക്ട്സ് സോ ദാറ്റ് യു ആർ അവെയർ ഓഫ് ദം ബിഫോർ
ദ കൺസെൻറ്റ് ഫോം, ബിഫോർ സൈൻ ദ കൺസെൻറ്റ്. ഈ 3 കാര്യങ്ങളും കൂടി നമ്മൾ കേട്ട് കഴിയുമ്പോഴത്തേക്ക് മനസ്സിലാകും പേഷ്യൻ്റ് ഒരു കംപ്ലൈൻറ്റും ഇല്ല, പേഷ്യൻസ് സൈൻ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടില്ല. അതുപോലെ പേഷ്യൻറ്റിന് പേടി ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് അസ്യൂം ചെയ്യാനൊക്കത്തില്ല. പിന്നെ ലാസ്റ്റായിട്ട് ഡോക്ടർ പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യുന്നുണ്ട്, ഇത് മോസ്റ്റ് ഓഫ് ദ കേസിലും പ്രോബ്ലം ഫ്രീ ആണ്, ബട്ട് ഐ ഹാവ് ടു പോയിൻ്റ് ഔട്ട് സം ഓഫ് ദ സൈഡ് എഫക്ട്സ് ടു യൂസ് സോ ദാറ്റ് യു വിൽ ബി അവെയർ അബൌട്ട് ദോസ് സൈഡ് എഫക്ട്സ് ബിഫോർ സൈൻ ദ കൺസെൻറ്റ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഡോക്ടറിൻ്റെ ഒരു നീഡാണ്. അതായത് ഡോക്ടറിൻ്റെ പർപ്പസ് ആണ് ഈ പേഷ്യനോട് ഈ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുക. എന്തിനു മുമ്പ് കൺസെൻറ്റ് സൈൻ ചെയ്യുന്നതിന് മുമ്പ് പേഷ്യനോട് കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് പറയുന്നത് ഡോക്ടറിൻ്റെ പർപ്പസ് ആണ്. അപ്പോൾ അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ദ ഡോക്ടർ ടു എക്സ്പ്ലെയിൻ ദോസ് തിങ്സ് ടു പേഷ്യൻറ്റ്? പർപ്പസ് എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത് അല്ലേ? അപ്പം ഇതെങ്ങനെയാണ് ഈ 3 ഓപ്ഷൻസിൽ നിന്ന് നമ്മൾ ആൻസർ ഡിറൈവ് ചെയ്തെടുക്കേണ്ടതെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓപ്ഷനിലുള്ള കീവേഡ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. കീവേഡ്സ് ശ്രദ്ധിക്കുക. ഇതിൽ ഈ കോൺവെർസേഷനിലുള്ള ഒരു ഫീലിംഗ്, അതായത് ഐ ജസ്റ്റ് ഹാവ് ടു ഗോ ത്രൂ, ഇത് വരുമ്പോഴത്തേക്കും ഇത് ആരാണ് സംസാരിക്കുന്നത്, ഇവിടെ എന്തൊക്കെ കാര്യങ്ങൾ, ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ മനസ്സിലേക്ക് വരണം. ആ സിറ്റുവേഷൻ മനസ്സിലേക്ക് വന്നിട്ട് നമ്മൾ പോസിബിൾ ആയിട്ടുള്ള ആൻസറിനെ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് ആദ്യം എലിമിനേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് നോക്കുക. ഇപ്പം ഞാൻ എലിമിനേറ്റ് ചെയ്ത് കാണിച്ചില്ല ആദ്യത്തെ 2 ഓപ്ഷൻസ് എങ്ങനെയാണ് എലിമിനേറ്റ് ചെയ്ത്. ആ 2 ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാനായിട്ട് ഞാൻ എങ്ങനെയാണ് ചിന്തിച്ചത് എന്നാണ് ഞാൻ ഈ ഒരു എക്സ്പ്ലനേഷനിൽ കൂടി നിങ്ങളോട് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഞാൻ ആ 2 ക്വസ്റ്റ്യനെ എലിമിനേറ്റ് ചെയ്ത് ഞാൻ ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടാണ്. അതായത് ഐ ഹാവ് ടു ഗോ ത്രൂ സം പോസിബിൾ സൈഡ് എഫക്ട്സ് ഓഫ് ഗ്യാസ്ട്രോസ്റ്റമി, ഈസ് ദാറ്റ് ഓക്കെ, ഐ ഹാവ് ടു ഗോ ത്രൂ ആൻഡ് ഈസ് ദാറ്റ് ഓക്കെ. അത് രണ്ടും അവിടെ ഇമ്പോർട്ടൻറ്റ് കീവേഡാണ്. അതൊക്കെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. ഇവിടെ ഇത് ഡോക്ടറിനാണ്, പേഷ്യൻറ്റ് യാതൊരുവിധ കംപ്ലൈൻറ്റും പേഷ്യൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഈ എക്സ്ട്രാക്റ്റിൽ അങ്ങനെയൊന്നും മനസ്സിലാക്കിയെടുക്കാനായിട്ട് അസ്യൂം ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയമോ ഡൗട്ട്സോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് വഴി അറിയിക്കുക, ഞാനതിന് റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ഏത് പാർട്ടിലേക്കാണ്? പാർട്ട് സി ഓഫ് ദ ലിസണിങ് സബ് ടെസ്റ്റ്. പാർട്ട് സി എല്ലാവർക്കും അറിയാം, കുറച്ച് ടഫാണ്. വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു ഡയലോഗോ മോണോലോഗോ ഒക്കെ ആയിരിക്കും അതിൻ്റെ ഓഡിയോ എന്ന് പറയുന്നത്. അതിനുശേഷം നമുക്ക് 90 സെക്കൻഡ്സ് തരുന്നുണ്ട്. ക്വസ്റ്റ്യൻസ് ഒക്കെ റീഡ് ചെയ്യാനായിട്ട് അതിനകത്ത് 90 സെക്കൻഡ്സ് തരുന്നുണ്ട്. പക്ഷേ നമുക്ക് 2 എക്സ്ട്രാക്റ്റ് ആയിരിക്കും ഉള്ളത്. ഫസ്റ്റ് എക്സ്ട്രാക്റ്റിൽ 6 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, ദെൻ സെക്കൻഡ് എക്സ്ട്രാക്റ്റിലും അതുപോലെ തന്നെ 6 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഓഡിയം എല്ലാം അറ്റ് എ ടൈം ഒരൊറ്റ ഫ്ലോയ്ക്ക് പറഞ്ഞു പോവുകയാണ്. അതേസമയം തന്നെ നമ്മളിതിൻ്റെ ആൻസറും കണ്ടുപിടിക്കണം. നമ്മൾ സാധാരണ പാർട്ടിൽ കാണുന്ന പോലെ ഒരു കോൺവെർസേഷനോ മേ ബി ഒരു കോൺവെർസേഷനോ ഡിസ്കഷനോ ഒക്കെ ആയിരിക്കാം, ബട്ട് അത് അത്ര ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ ആയിരിക്കത്തില്ല. എന്തെങ്കിലും ആർട്ടിക്കിളോ അല്ലെങ്കിൽ ഏതെങ്കിലും മേജർ ടോപ്പിക്സിനെ പറ്റിയുള്ള ഡിസ്കഷൻസ് ഒക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇച്ചിരി ഫെമിലിയാരിറ്റി ഒക്കെ ചിലപ്പോൾ കുറഞ്ഞിരിക്കും. അതുകൊണ്ട് ഈ ആൻസർ കണ്ടുപിടിക്കുക എന്നുള്ളത് ഇത്തിരി ഡിഫിക്കൽട്ടാണ്. പക്ഷേ പ്രാക്ടീസ് ചെയ്താൽ പോലും പാർട്ട് സിക്ക് ഒരു കംപ്ലീറ്റ് സ്കോർ ചെയ്യുക എന്നുള്ളത് നല്ലൊരു ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ടാസ്ക്കാണ്. അതുകൊണ്ട് നമ്മൾ മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. ഒരു മോർ ദാൻ 6 എങ്കിലും കിട്ടുന്ന രീതിയിൽ നിങ്ങൾ അത് പ്രാക്ടീസ് ചെയ്ത് ഡെവലപ്പ് ചെയ്തെടുക്കാൻ നോക്കണം. പാർട്ട് സി ഇത്തിരി ടഫ് ആയതുകൊണ്ട് തന്നെ പാർട്ട് എയും പാർട്ട് ബിയും നിങ്ങൾ നന്നായി പ്രാക്ടീസ് ചെയ്യണം. നന്നായി പ്രാക്ടീസ് ചെയ്ത് അതിൽ നിന്ന് മാക്സിമം സ്കോർ ചെയ്യാൻ ശ്രമിക്കുക. അതാണ് നമ്മൾ ലിസണിങ്ങിൽ ചെയ്യേണ്ട ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. പാർട്ട് എ ഒരു മോർ ദാൻ 20 ഉറപ്പായിട്ടും വാങ്ങിച്ചിരിക്കണം. കാരണം പാർട്ട് സി ഡിഫിക്കൽട്ട് ആയതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. പിന്നെ പാർട്ട് ബിയിൽ 6 ഔട്ട് ഓഫ് 6 ഉറപ്പായിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും. ഇനി അത് കിട്ടിയില്ലെങ്കിൽ 5 ഔട്ട് ഓഫ് 6 ഷുവറായിട്ടും വാങ്ങിച്ചിരിക്കണം. ആ രീതിയിലായിരിക്കണം നിങ്ങളുടെ പ്രാക്ടീസ് പോകേണ്ടത്. കാരണം പാർട്ട് സിയിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുമോ, നമുക്ക് അതിൽ നിന്ന് എത്ര സ്കോർ കിട്ടും എന്നുള്ളത് ഒരു ഡൗട്ടാണ്. നമുക്ക് 6 കിട്ടിയാൽ ഇറ്റ്സ് ഓക്കെ, ചിലപ്പം 7, 8 ഒക്കെ കിട്ടിയാൽ ഇറ്റ്സ് ഓക്കെ, ബട്ട് അത് നമുക്ക് കിട്ടുന്ന എക്സ്ട്രാക്റ്റ് എങ്ങനെയാണ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ ഒക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നല്ലതായിട്ട് പ്രാക്ടീസ് ചെയ്യുക. പാർട്ട് എ ആൻഡ് പാർട്ട് ബി, പാർട്ട് സിയും പ്രാക്ടീസ് ചെയ്യുക, ബട്ട് കുറച്ച് കോൺസെൻട്രേഷൻ കൂടുതൽ പാർട്ട് എയും പാർട്ട് ബിയും കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നുകൂടി ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോകാം. പാർട്ട് സി ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോകാം. ഓക്കെ, ജസ്റ്റ് സീ ദ വീഡിയോ. Now look at Part C. Part C. In this part of the test, you'll hear 2 different extracts. In each extract, you'll hear health professionals talking about aspects of their work. For questions 31 to 42, choose the answer A, B, or C, which fits best according to what you hear. Complete your answers as you listen. Now look at Extract 1. Extract 1, questions 31 to 36. You now have 90 seconds
to read questions 31 to 36. One of the lead researchers, Dr. Larry Apple, who specialises in testing diets. Previously, we had done 3 major feeding studies. By feeding studies, I mean studies in which we provide everything that a person eats and drinks for a fairly long period of time. Some of our studies have lasted up to half a year. So our അപ്പോൾ അതാണ് ലിസണിങ് സബ് ടെസ്റ്റിൻ്റെ പാർട്ട് സി. ഇതൊന്നും കണ്ട് നിങ്ങൾ പേടിക്കേണ്ട, പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്ത് നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു 60-75% സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഇതിനെ ഞാൻ ഫോളോ ചെയ്തിരുന്ന ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ ആദ്യം 90 സെക്കൻഡ്സ് കിട്ടുമ്പോഴത്തേക്കും നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും ഓപ്ഷൻസും വായിക്കുമല്ലോ. അപ്പം ആ വായിക്കുന്ന ക്വസ്റ്റ്യൻസും ഓപ്ഷൻസും വെച്ചിട്ട് ഒരു സ്റ്റോറി ഉണ്ടാക്കും മൈൻഡിൽ. ഇതെന്തിനെ പറ്റിയാണ് പറയുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് ആ സ്റ്റോറിയിൽ വന്നിരിക്കുന്നത്, സ്റ്റോറിയിൽ വന്നിരിക്കുന്ന കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്, അതായത് എന്തെങ്കിലും റിസർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അതിൻ്റെ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള സബ്ബായിട്ടുള്ള പല കാര്യങ്ങളും ആ ക്വസ്റ്റ്യൻസിൽ ചോദിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ സ്റ്റോറി ഉണ്ടാക്കും. സ്റ്റോറിയിൽ വരുന്ന കഥാപാത്രങ്ങളെയൊക്കെ ആ ഒരു ക്വസ്റ്റ്യൻസിൽ നിന്ന് ഓപ്ഷൻസിൽ നിന്നും ഒന്നൊരു ചെറിയൊരു രൂപം ഉണ്ടാക്കി വയ്ക്കും. അത് കഴിഞ്ഞിട്ട് അപ്പം നമുക്ക് പിന്നെ ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ വായിച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു ഐഡിയ കിട്ടും എന്തിനെയൊക്കെ പറ്റിയായിരിക്കും സംസാരിക്കാൻ പോണേന്ന്. അപ്പം ഓഡിയോ ഓൺ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ അപ്പോഴും ക്വസ്റ്റ്യൻസ് വായിച്ചുകൊണ്ടിരിക്കരുത്. ഓഡിയോ ഓൺ ചെയ്യുക. ഓണായി തുടങ്ങുമ്പോൾ തൊട്ട് വീണ്ടും ക്വസ്റ്റ്യൻസും ഓപ്ഷൻസും വായിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് ഓഡിയോ ശ്രദ്ധിക്കാനൊക്കത്തില്ല. അതുകൊണ്ടാണ് പറയുന്നത്, ആദ്യം ക്വസ്റ്റ്യൻസും ഓപ്ഷൻസും വായിക്കുമ്പോൾ തന്നെ ഒരു സ്റ്റോറി നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഓഡിയോയിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കേണ്ടത് എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് തോന്നുന്ന കീവേഡ്സോ കാര്യങ്ങളോ ഒക്കെ ജസ്റ്റ് മാർക്ക് ചെയ്യുകയോ ലൈൻ ചെയ്തിടുകയൊക്കെ ചെയ്യാം. അതിനുശേഷം നമ്മൾ ഒരു സ്റ്റോറി മനസ്സിൽ ഒരു ചെറിയ ചുരുക്കം ഓർത്ത് വെച്ചിട്ട്, ഒരു ബ്രീഫ് ഓർത്ത് വെച്ചിട്ട് ഈ ഓഡിയോ കേൾക്കുമ്പോഴത്തേക്കും അതനുസരിച്ച് നമ്മൾക്ക് കിട്ടുന്ന ആൻസേഴ്സൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത്രേ ഇതിനകത്തുള്ള ഒരു ഓപ്ഷനുള്ളൂ. പിന്നെ അല്ലാതെ ബാക്കി ഇതിൻ്റെ പ്രാക്ടീസ് തന്നെയാണ് ഇതിൻ്റെ മെയിനായിട്ടും. പ്രാക്ടീസ് ഒത്തിരി ചെയ്യണം. ഞാൻ പ്രാക്ടീസ് ചെയ്തൊരു വേ ആണ് ഞാൻ പറഞ്ഞത്. ഇതുപോലെ കൂടുതലും ഞാനിത് ഓഡിയോ ഓണാകുമ്പോൾ ഓഡിയോയിൽ തന്നെയാണ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കാറുണ്ടായിരുന്നത്. അല്ലാതെ ഓഡിയോ ഓണാകുമ്പോൾ വീണ്ടും ക്വസ്റ്റ്യൻസ് ഇങ്ങനെ റീഡ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഓഡിയോ അങ്ങ് പോകും. നമ്മൾ ഈ ക്വസ്റ്റ്യനകത്ത് അവിടെ തന്നെ സ്റ്റക്കായിട്ട് അവിടെ ഇരിക്കും. പക്ഷേ അങ്ങനെ ഒരിക്കലും ഇനി ഒരു ആൻസർ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ അതിനകത്ത് സ്റ്റക്ഡ് ആവരുത്. നിങ്ങൾ ജസ്റ്റ് ലീവ് ഇറ്റ് ആൻഡ് ഗോ ടു ദ നെക്സ്റ്റ് സെഷൻ. അപ്പോൾ അങ്ങനെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകണം. ഒരിക്കലും അതിനകത്ത് സ്റ്റക്കായിട്ടിരിക്കരുത്. നമ്മൾ സ്റ്റക്കാക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഇത്ര ഡിഫിക്കൽട്ട് ടാസ്കുകൾ തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനകത്ത് സ്റ്റക്കാകാതെ ഓഡിയോയുടെ ഒപ്പം തന്നെ പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഓഡിയോ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ കേൾക്കുക. ഇനി നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾ മൊത്തത്തിൽ ബ്ലാങ്ക് ആയിപ്പോയി, ഒന്നും പറ്റുന്നില്ല, ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുന്നില്ല, ഓഡിയോയും വിട്ടുപോയി. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്ന അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഓഡിയോ കേൾക്കുക. നല്ല രീതിയിൽ ഓഡിയോ കേട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്കപ്പോൾ ഒരു രൂപം ഉണ്ടാകും. ഓഡിയോയുടെ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് പെട്ടെന്ന് ലാസ്റ്റ് മാർക്ക് ചെയ്ത് പോവുക. നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടിയ ഐഡിയാസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഒരു ഐഡിയ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് പോവുക. അങ്ങനെ അതാണ് ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. പ്രാക്ടീസ് ചെയ്യുക, അതാണ് കൂടുതലും പറയാനുള്ളത്. ഒരു മോർ ദാൻ അല്ലെങ്കിൽ ഒരു 7 to 8 ഒക്കെ സ്കോർ ചെയ്യാൻ പറ്റി, അത് വലിയ കാര്യമാണ്. അപ്പോൾ അത്രയൊക്കെയാണ് നമുക്ക് OET ലിസണിങ് ക്വസ്റ്റ്യൻ പേപ്പറിനെ പറ്റി പറയാനുള്ളത്. 2 വീഡിയോ ആയിട്ടാണ് ചെയ്തത്. ഈ വീഡിയോയും കുറച്ച് ലെങ്തിയാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ സി പാർട്ടിൻ്റെ പ്രത്യേകം ഒരു വീഡിയോ വേണമെങ്കിൽ ഞാൻ ചെയ്യാം. സി പാർട്ട് മാത്രമായിട്ട് ക്വസ്റ്റ്യൻസ് ഇരുന്ന് നമുക്ക് അറ്റ് എ ടൈം നമുക്ക് ചെയ്യാം. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഒരു ബെനിഫിറ്റ് ഉണ്ടാകുമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. ഇതിപ്പം ഇതെല്ലാം കൂടി ഒരു വീഡിയോയിൽ പറഞ്ഞു തീർക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. സി പാർട്ട് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യണമെങ്കിൽ അത് ഇത്തിരി കാര്യമായിട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇരുന്ന് ഓരോ ക്വസ്റ്റ്യൻസും ഓഡിയോ കേട്ട് നമ്മൾ അനലൈസ് ചെയ്ത് എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളത് അതൊരു വേറൊരു സെപ്പറേറ്റ് വീഡിയോ ആക്കി ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതൊരു ബ്രീഫ് എക്സ്പ്ലനേഷനാണ് ഞാൻ തന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ ഓവർവ്യൂ, അതിന് വേണ്ടിയിട്ടുള്ളൊരു ബ്രീഫ് എക്സ്പ്ലനേഷനാണ് ഞാൻ തന്നത് കേട്ടോ. അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഈ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ എല്ലാവരിലേക്കും ഫ്രണ്ട്സിനും അതുപോലെ നിങ്ങൾക്ക് പരിചയമുള്ളവരൊക്കെ OET പഠിക്കുന്നവരുണ്ടെങ്കിൽ അവരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.